ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിളികളുടെ കളകളാരവം കേട്ടുകൊണ്ട് എഴുന്നേറ്റ് ആ ചേട്ടൻ നമ്മൾ കത്തിക്കുന്ന വെണ്ണൂറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം ചേട്ടൻ ഡ്യൂട്ടികൾ ആരംഭിച്ചു. ഞാൻ കിച്ചണിലൊന്നും ഡ്യൂട്ടികൾ ആരംഭിച്ചിട്ടില്ല. ഞാൻ എന്താ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കാം, കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് അടിപൊളി കറികളൊക്കെ ഉണ്ട്. ഒരു എണ്ണാൻ ഇതിലേങ്ങ് ചാടി മറിഞ്ഞു പോകണുണ്ടായിരുന്നു, ഒരു എണ്ണാൻ കുഞ്ഞ്. ഇവിടെ നിറച്ച് വെണ്ണൂറാണ്, നല്ല വെണ്ണൂറാ. എന്താ ചെയ്യാം, ആർക്കും വേണ്ട. നമ്മളെ തെങ്ങിൻ്റെ കടക്കിൽ തന്നെയാണ് നമ്മൾ ഇടാറ്. അമ്മ വരുന്ന സമയത്തൊക്കെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ കോരി കൊണ്ടുപോയിട്ട് ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഞാൻ പറയാം, എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്നും ചെയ്യാറില്ല. അപ്പോൾ പിന്നെ വയറ് ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഇതാണ് ചേട്ടൻ്റെ ആയുധം. ചേട്ടൻ കണ്ടോ, അവിടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ നല്ല വലിയൊരു റോസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നിറച്ച് റോസപ്പൂ ഉണ്ടാവണം ഒരു ചെറിയ കൊമ്പ് കൊണ്ടുവന്നിട്ട് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അത് വലിയ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് അത് ചെതലങ്ങ് പിടിച്ചു. അല്ലേ ചേട്ടാ, ചെതൽ പിടിക്കലുണ്ടായത്? നമ്മൾ വെട്ടാണോ ഉണ്ടായത്? ചെതലല്ലേ ചെതൽ പിടിക്കാനുണ്ടായത്. കണ്ട കാക്ക കരയണ ശബ്ദം ഒക്കെ രസം. വേപ്പിൻ തൈ മുളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വേപ്പിൻ തൈകൾ മുളയ്ക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളത് പൊട്ടിച്ച് കറിയിലേക്ക് ഇടും. നല്ല വേപ്പിൻ തൈയാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. കിളികളുടെയൊക്കെ നല്ല ശബ്ദമുണ്ട്. ഇപ്പം നമ്മൾ പറയില്ലേ, എല്ലാവരും ഒരു കൂട്ടം കൂടി ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഓരോ പണികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ റൗണ്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബംഗാളികളും പണിക്കാരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കും, കുറേ ആൾക്കാർ. എന്നിട്ട് ഓരോ ഗ്രൂപ്പുകൾ ഓരോരോ ഭാഗത്തേക്ക് തിരിച്ച് ഓരോ ഏജൻസികളും ഇങ്ങനെ കൊണ്ടുപോകും. അതേപോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കിളികളെല്ലാവരും ഒരു സ്ഥലത്തിങ്ങനെ ഖേദമായിട്ട് അവർ എവിടേക്ക് പോകണം എന്നൊക്കെ തീരുമാനിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക എല്ലാവരും. കണ്ട നല്ല കലകല അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെയും കലകല. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ഭയങ്കര രസമായിട്ട് നിൽക്കുന്നുണ്ട്. ചേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ആളതൊക്കെ അങ്ങ് ചെയ്യും. നമ്മളൊരു കാട്ടിലൊക്കെ നിൽക്കുന്നത് പോലെ അല്ലേ. നമ്മൾ ഇങ്ങനെ ആ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാം, ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ഓരോരുത്തർ യാത്രയൊക്കെ പോയിട്ട് ഓരോ കാട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, നമ്മുടെ വീടും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്തല്ലേ, എത്ര സുഖത്തിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. ഇതൊക്കെ കാണാൻ ഓരോരുത്തർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മുടെ വീടും പരിസരമൊക്കെ കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാകുന്നത്. എന്ത് സുഖം, അപ്പോൾ സമാധാനം കിട്ടും നമുക്ക്. അല്ലയോ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ അങ്ങോട്ട്, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമമൊക്കെ അതോടുകൂടി തീരും. കാരണം ഇത്രയും നല്ല സ്ഥലം, ഇത്രയും നല്ല ഒരു ഇടം ഇനി വേറെ എവിടെ ഇടാനാ അല്ലേ. അവർ ഒരു മഴ വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ഇതായിട്ടുള്ളതായിട്ട് നമ്മൾ അറിയണ്ടായിരുന്നത്. ആദ്യം കത്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു മണ്ണൊക്കെ. ശരിക്കും വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ, നല്ല വളക്കൂറാണ്. തെങ്ങിൻ്റെ കടക്കിലേക്ക് ബെസ്റ്റാണ്. നമ്മളിവിടെ തന്നെയാണല്ലോ കത്തിച്ച് ഒരു വർഷത്തെ നിധിയാണിത്. ഇരുമ്പൊക്കെ അടിച്ചു കൊണ്ടൊന്ന് കയറ്റണം ഞാനിവിടെ. അടിച്ച് കയറ്റല്ലേ ഇവിടെ. അടിച്ച് കയറ്റി ഒരു കുന്നോളം ഉണ്ടായി.
എനിക്ക് രാവിലെ ഈ കിളികളുടെ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എഴുന്നേറ്റ് വന്നാൽ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴേ എനിക്ക് ചേട്ടൻ 4 മണിക്ക് എഴുന്നേക്കും കേട്ടോ. നാമം ചൊല്ലലും വിളക്ക് വെക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഈ കിളികളുടെ ശബ്ദം കേൾക്കുമ്പോഴേ വല്ലാത്ത സന്തോഷമാണേ. ഇത് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട് പോലെയാണ്. ഒരു ദിവസം നമുക്ക് കേൾക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാലോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കിച്ചണിലേക്ക് എത്തി. അരി വെന്തു. ഞാനിന്ന് കോവയ്ക്കുപ്പേരിയാണ് കേട്ടോ വെച്ചുകൊണ്ടിരിക്കണത്. പിന്നെ ഞാൻ ഇതിൽ നമ്മൾ കുമ്പളങ്ങയും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച മൂവാണ്ടൻ മാങ്ങയും കൂടിയിട്ട് ഒരു കറി വെക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ അത് കാണിച്ചു തരാം. നാളികേരം ഒഴിച്ചിട്ടുള്ള കറി. ഇതിൽ കോവയ്ക്ക ചൂപ്പരി കോവയ്ക്ക, മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ. വേറെ പച്ചമുളകൊന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. അങ്ങനെ പരിപ്പും മാങ്ങയും കൂടിയിട്ട് പരിപ്പിട്ടിട്ടില്ല, കുമ്പളങ്ങയും മാങ്ങയും നാളികേരം ഒഴിച്ച കറിയാണ്. ഇതിൽ പരിപ്പില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കറി വെച്ചിരിക്കണത്. കുമ്പളങ്ങയും മാങ്ങയും കൂടിയിട്ട് നല്ല കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുള്ളൂ. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം. ഈ കുക്കറിൻ്റെ ഇതുകൊണ്ട് തന്നെ മൂടി വയ്ക്കാം. അപ്പം അതാണ് നല്ലത്. എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചെടികൾ കുഴിച്ചുവിടണേ ഉള്ളൂ. ഇത് ഇവിടെ മുകളിലൊക്കെ വെള്ളം ഒഴിക്കണില്ല പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കേൾപ്പിക്കുക എന്നെ വഴക്ക് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് വരുമായിരുന്നു. ഇതാ കേട്ടോ, മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. താഴത്ത് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അപ്പോൾ ഞാൻ ഇവിടെ മുകളിലിങ്ങനെ എന്തോ പ്രത്യേക നടത്തൊക്കെ കാണുന്നുണ്ട്. ചെടി 3 ഗ്രോ ബാഗ്സിലാണ് കേട്ടോ നമ്മൾ ഇഞ്ചി നട്ടിരിക്കണത്. ഡുണ്ടു എന്താ അവിടെ ഇരിക്കണേ? വാ ഇങ്ങോട്ട് വാ. എന്താ അവിടെ ഇരിക്കണേ? ആ ഇതും ഇഞ്ചി. ഇതൊക്കെയാണ് നമ്മുടെ ഇഞ്ചിക്കൂട്ടം. കുറേ ഉണ്ടായിരുന്നു വിത്തുകൾ. അപ്പോൾ 3 ഗ്രോ ബാഗിലാക്കി വെച്ചു. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് ഇത്ര അധികം കിട്ടിയാൽ പിന്നെ അപ്പോൾ 3 എണ്ണത്തിൽ എന്താ കുഴപ്പം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ, വലുതാവാന്ന് വിചാരിച്ചു. അങ്ങനെ കാക്കി ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് TV വർക്കിംഗ് അല്ല. മൂവാണ്ടൻ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ നിറച്ച്. എന്താണ് കാക്കക്കുട്ട കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാമ്പാർ, ഇന്നലത്തെ സാമ്പാർ കേടായതുണ്ട്. ഇഞ്ചിയൊക്കെ കഴുകാനുള്ള പരിപാടി കേട്ടോ. കഴുകിയിട്ട് നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ട് ഇതായി ബക്കറ്റിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാ. ബുദ്ധിമുട്ടുകൾ വരില്ലല്ലോ. അവിടെ ഇങ്ങനെ വിരിച്ച് വെച്ചു കേട്ടോ. തുണി പഴയ തോർത്തെടുത്ത് വിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചു നമ്മുടെ ഇഞ്ചികൾ ഉണക്കാനായിട്ട്. ഇനി അത് അങ്ങനെ അകത്തേക്ക് വരാം. നല്ല മഴക്കാരൊക്കെ തോന്നുന്നുണ്ട്. മഴ വരുമ്പോൾ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.